നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് വെച്ചിട്ടുള്ള പുഡിംഗ് ആണ്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ബ്രെഡ് പുഡിങ്ങിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അര കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ചേർക്കാതെയും കാരമലൈസ് ചെയ്തെടുക്കാം കേട്ടോ. അതേപോലെ തന്നെ നമ്മളിത് ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് മെൽറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്, കാരമലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഇതിൽ പുകച്ചൊക്കെ വരാതിരിക്കാനും ശ്രദ്ധിക്കാം കേട്ടോ. നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോകാനും സാധ്യതയുണ്ട്. അതാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നല്ലപോലെ ഒരു ബ്രൗൺ കളർ ഉണ്ടല്ലോ, നമുക്കറിയാമല്ലോ, ആ ഒരു കളർ ആവുന്നത് വരേക്കും ഇത് കാരമലൈസ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നല്ലപോലെ മെൽറ്റായിട്ട് വരട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ ഷുഗർ നല്ലപോലെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കളർ ആകുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഒരുപാട് നേരം വെക്കേണ്ട. അപ്പോഴാണെങ്കിൽ ഒരുപാട് നേരം ഇരുന്ന് ഒന്നും കൂടി കട്ട് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. ഈ കളർ ആകുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് ഏത് പാത്രത്തിലേക്കാണോ നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യാൻ വെക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ പുഡിങ്ങിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഷുഗർ സിറപ്പ് മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചെടുത്തിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. കണ്ടില്ലേ? അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പോവാതിരിക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ പുഡിങ്ങിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ പുഡിങ്ങിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 8 കഷ്ണം ബ്രെഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 4 വശവും നമ്മൾ ആ ബ്രൗൺ കളറിലുള്ള വശങ്ങളുണ്ടല്ലോ, അത് 4 വശവും ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറിയ ബ്രെഡ് ആയത് കാരണമാണ് ഞാൻ 8 എണ്ണം എടുത്തത്. വലിയതാണെങ്കിൽ ഒരു 6 എണ്ണം എടുത്താൽ മതിയാകും. ഇനി ഇതൊരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ പൊടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ പൊടിച്ച് കൊണ്ടുവരാം. ഇപ്പോൾ ഇതാ ബ്രെഡ് നല്ല പോലെ ഞാൻ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മറ്റ് ചേരുവകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതേപോലെ തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കൂടിപ്പോവണ്ട. ഒരുപാട് കൂടിപ്പോയാൽ അതിൻ്റെ കുത്ത് വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാനില എസൻസിന് പകരമായിട്ട് വേണമെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതിയാകും കേട്ടോ. അതേപോലെ തന്നെ ഒരു 1.5 കപ്പ് പാൽ, പശുവിൻ പാൽ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. അതും ചേർത്ത് കൊടുക്കാം. അപ്പോൾ എന്ത് സാധനം എടുത്താലും അത് റൂം ടെമ്പറേച്ചറിലാവാൻ ശ്രദ്ധിക്കുക കേട്ടോ. അതേപോലെ തന്നെ ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് മാറ്റം വരുത്താം കേട്ടോ. അപ്പോൾ ഇതൊരു മീഡിയം മധുരമാണ്. അതേപോലെ തന്നെ കാരമൽ സിറപ്പിൻ്റെ മധുരം കൂടി ആകുമ്പോൾ കറക്റ്റ് ആവും. അപ്പോൾ ഇനി ഇത് നല്ല പോലെ നമുക്ക് മിക്സിയിലൊന്ന് കറക്കിയിട്ട് വരാം. ഇപ്പോൾ ഇതാ ഞാനിത് അങ്ങ് അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ നേരത്തെ കാരമൽ സിറപ്പ് ഒഴിച്ചിട്ട് വെച്ചിരുന്ന നമ്മുടെ മോൾഡ് ഉണ്ടല്ലോ, അതിലേക്ക് നമ്മുടെ ഈ ബാറ്റർ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ തന്നെ നോക്കിയാൽ തന്നെ അറിയാം അടിയിലത്തെ കാരമലിൽ നല്ലപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സമയത്ത് തന്നെ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ചൂടാക്കാൻ വെക്കുക. അപ്പോൾ അത് ആവി വരുന്ന സമയത്ത് നമുക്കിത് അതിലേക്ക് ഇറക്കി വയ്ക്കാം. അപ്പോൾ നമുക്കിനി ഇത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ നല്ല പോലെ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ പുഡിങ്ങിൻ്റെ ബാറ്റർ ഇറക്കി വയ്ക്കാം. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ഒരു 20 മുതൽ 25 മിനിറ്റ് വരെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഓരോരുത്തരുടെ ഫ്ലെയിം വ്യത്യാസപ്പെട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ വേവിക്കുന്ന സമയം വ്യത്യാസപ്പെടാം കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നോക്കാം. ഇടയ്ക്ക് ഒരു 20 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ക്ലിയർ ആയിട്ട് വരാണെങ്കിൽ വെന്തു എന്നാണ് അർത്ഥം. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് എത്ര സമയം എടുത്തു എന്ന് ഞാൻ കറക്റ്റായിട്ട് പറയാം കേട്ടോ അവസാനം. അപ്പോൾ ഇത് നല്ല പോലെ വെന്ത് വരട്ടെ. ഇപ്പോൾ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുഡിങ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇതേപോലെ ഒരു കത്തി ഇതേപോലെ നമുക്കൊന്ന് കുത്തി നോക്കാം. കണ്ടില്ലേ? നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ കത്തി വന്നിട്ടുണ്ട്. അപ്പോൾ വെന്തു എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങളിങ്ങനെ നോക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ കുറച്ച് നേരം കൂടി വേവിച്ചെടുത്താൽ മതിയാകും മൂടി വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതൊന്ന് തുറന്ന് നോക്കിയിരുന്നു. അപ്പോൾ ഒരു 25 മിനിറ്റ് എനിക്ക് കറക്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക്
ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് ഈ പാത്രം പുറത്തേക്ക് ഇറക്കി വയ്ക്കുക. അതിനുശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം നമ്മുടെ മോൾഡിൽ നിന്ന് വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയാൽ മതിയാകും. അപ്പോൾ ഇതൊന്ന് ചൂടാറി വരട്ടെ. ഇപ്പോൾ ഇതാ നമ്മുടെ പുഡിങ് നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഞാൻ മോൾഡിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കണ്ടാൽ തന്നെ അറിയാം നല്ല ഭംഗിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മുകളിൽ കറക്റ്റായിട്ട് നമ്മുടെ ക്യാരമലൊക്കെ വന്നിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ക്യാരമലും കൂട്ടി കഴിക്കുമ്പോഴാണ് നമുക്ക് ആ പുഡിങ്ങിൻ്റെ റിയൽ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. മുറിക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ കഴിക്കുമ്പോൾ ഇത് വായിലേക്ക് ഇട്ട് അലിഞ്ഞു പോകുന്ന പോലത്തെ ഒരു പുഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നല്ല പോലെ നമുക്ക് വെന്തും കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പുഡിങ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് തണുപ്പിച്ചതിന് ശേഷം കഴിക്കാം. ഞാൻ തണുപ്പിച്ചതിന് ശേഷമാണ് കഴിക്കുന്നത്. അതല്ലാതെ കഴിക്കാനും ടേസ്റ്റാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തെന്നേ ഉള്ളൂ. കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ക്യാരമലൊക്കെ ആയിട്ട്. അപ്പോൾ ക്യാരമലും കൂട്ടി ആ ബ്രെഡും കൂടി കൂട്ടി കഴിക്കുമ്പോഴാണ് നമുക്ക് ആ റിയൽ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക്